സദ്യയിലെ മിന്നും താരമായ പുളിയിഞ്ചിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ വളരെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വട്ടത്തിൽ കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമുളകിന്റെ എരിവിനനുസരിച്ച് എടുക്കുന്ന എണ്ണത്തിൽ മാറ്റം വരുത്താൻ ശ്രദ്ധിക്കണേ. ഇഞ്ചിയെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് പുളി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളവും പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ കായം പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 2 ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം പിഴിഞ്ഞെടുത്തിരിക്കുന്ന വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ശർക്കരയുടെ അളവ് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള അളവിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലെ വെള്ളമെല്ലാം വറ്റിയൊന്ന് കുറുകി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, രുചികരമായ പുളിയിഞ്ചി റെഡി.